ഭൂമിക്കടിയിൽ നിന്ന് അയിരുകളായി ഖനനം ചെയ്തെടുക്കുന്ന സ്വർണം സങ്കീർണമായ പല പ്രക്രിയകളിലൂടെ കടന്നുപോയാണ് നമ്മളിലേക്കെത്തുന്നത്. ഖനികളിൽ നിന്ന് ലഭിക്കുന്ന അയിര് കൂറ്റൻ ക്രഷറുകൾ ഉപയോഗിച്ച് പൊടിച്ച് രാസപ്രക്രിയകളിലൂടെ സ്വർണത്തെ വേർതിരിച്ചെടുക്കുന്നു. പിന്നീട് ഇലക്ട്രോളിസിസ് പോലുള്ള അത്യാധുനിക മാർഗങ്ങളിലൂടെ ശുദ്ധീകരിച്ച് 99.9% പരിശുദ്ധിയുള്ള 24 ക്യാരറ്റ് സ്വർണ്ണക്കട്ടികളാക്കി മാറ്റുന്നു. എന്നാൽ 24 ക്യാരറ്റ് സ്വർണം വളരെ മൃദുവായതിനാൽ ആഭരണങ്ങൾ നിർമ്മിക്കാൻ സാധിക്കില്ല. അതിനായി സ്വർണത്തിൽ ചെമ്പ്, വെള്ളി തുടങ്ങിയ ലോഹങ്ങൾ ചേർത്ത് ബലപ്പെടുത്തി 91.6% പരിശുദ്ധിയിലുള്ള 22 ക്യാരറ്റ് 916 സ്വർണമാക്കി മാറ്റുന്നു. ഈ 22 ക്യാരറ്റ് സ്വർണം ഉപയോഗിച്ചാണ് തൊഴിലാളികൾ മനോഹരമായ ആഭരണങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നത്. ഇങ്ങനെ നിർമ്മിക്കുന്ന ആഭരണങ്ങളുടെ പരിശുദ്ധി ഉറപ്പുവരുത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് BIS ഹാൾമാർക്കിംഗ്. ഹാൾമാർക്ക് മുദ്രയുള്ള ആഭരണങ്ങൾ വാങ്ങുന്നത് വഴി ഉപഭോക്താക്കൾക്ക് തങ്ങൾ വാങ്ങുന്ന സ്വർണത്തിന്റെ കൃത്യമായ പരിശുദ്ധി ഉറപ്പാക്കാൻ സാധിക്കുന്നു. സാമ്പത്തികമായി നോക്കിയാൽ യുദ്ധമോ മറ്റു പ്രതിസന്ധികളോ ഉണ്ടാകുമ്പോൾ കറൻസിയുടെ മൂല്യം ഇടിഞ്ഞാലും സ്വർണത്തിന്റെ മൂല്യം സുരക്ഷിതമായി നിലനിൽക്കും. അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ തങ്ങളുടെ കരുതലായി വൻതോതിൽ സ്വർണം ശേഖരിച്ചു വെക്കുന്നത്. ഒരു രാജ്യത്തിന്റെ കറൻസിക്ക് അന്താരാഷ്ട്ര വിപണിയിൽ ലഭിക്കുന്ന വിശ്വാസ്യതയും മൂല്യവും ആ രാജ്യം സൂക്ഷിച്ചിരിക്കുന്ന സ്വർണശേഖരവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ സാധാരണക്കാരുടെ സമ്പാദ്യമായാലും രാജ്യത്തിന്റെ ഖജനാവായാലും സാമ്പത്തിക ഭദ്രതയുടെ ഏറ്റവും വിശ്വസനീയമായ അടയാളമായി സ്വർണം ഇന്നും നിലകൊള്ളുന്നു.